വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ആരംഭിക്കുകയാണ്. കൗൺസിൽ യോഗത്തിലേക്ക് എല്ലാ കൗൺസിൽ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അവധി അറിയിച്ചിട്ടുള്ള കൗൺസിൽ അംഗങ്ങൾ ശ്രീ LS സാജു ഇടവക്കോട് വാർഡ് കൗൺസിലർ, ശ്രീ പനിയമ്മ ജോൺ കോട്ടപ്പുറം വാർഡ് കൗൺസിലർ. ശ്രീകണ്ഠേശ്വരം കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ. അനുശോചനം. മുൻ പ്രധാനമന്ത്രി ബഹുമാന്യനായ മൻമോഹൻ സിംഗ് ഇനി അനശ്വരവർമ്മ. ഇന്ത്യയുടെ കുതിപ്പിന് തുടക്കമിട്ട പരിഷ്കരണങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം. ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ധനസ്ഥിതി ഏറ്റവും പര്യാപ്തമായിരുന്ന കാലത്ത് സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ശ്രമം ഏറ്റവും വലിയ പങ്കാണ് വഹിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട വ്യത്യസ്തനായ നേതാവ്, രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരുമായി അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖവും അതുപോലെ തന്നെ അനുശോചനവും രേഖപ്പെടുത്താം. രാജ്യത്തിനു വേണ്ടി സമർപ്പിതമായ സേവനം ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല. അതിനപ്പുറം ജീവിതത്തിലുടനീളം അദ്ദേഹം കാണിച്ച സത്യസന്ധമായ രാജ്യസ്നേഹവുമൊക്കെ ഈ സമയത്ത് നമ്മളെല്ലാം ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം മലയാള ഭാഷയെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ കഥകളുടെ പെരുന്തച്ഛനും അരനൂറ്റാണ്ടിലേറെ കൈകളുടെ സാഹിത്യ സിനിമ അഭിരുചിയെ വിഖ്യാത എഴുത്തുകാരനുമായിരുന്നു ബഹുമാനായ ഇന്നത്തെ സഭ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പത്മഭൂഷൺ, ജ്ഞാനപീഠം, പുരസ്കാരം, അദ്ദേഹത്തെ ഈ സമയത്ത് ഓർക്കുകയാണ്. മലയാള സാഹിത്യ രംഗത്തെയും മലയാള ഭാഷയെയും ഏറ്റവും അധികം സ്നേഹിക്കുകയും പുതിയ തലമുറക്കടക്കം വലിയ സമ്മാനം പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും രാജ്യാന്തര ആണവോർജ ഏജൻസി മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ ആർ ശിവകരൻ, പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണില, പ്രമുഖ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ S ജയചന്ദ്രൻ നായർ, പ്രശസ്ത കാർട്ടൂണിസ്റ്റ് MV ജോർജ്, സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ, ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട 179 പേർ, പ്രകൃതി ദുരന്തങ്ങളിൽ മരണമടഞ്ഞവർ ഉൾപ്പെടെ ഇക്കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾക്ക് ഇന്നത്തെ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു. നഗരസഭാ കൗൺസിലിലെ സ്പെഷ്യൽ കൗൺസിൽ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രസ്തുത യോഗത്തിൽ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒതുങ്ങി നിന്ന് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചർച്ച ആരംഭിക്കാവുന്നതാണ്. ബസ്സിയിലെ കാർ പാർക്കിംഗും ഉൾപ്പെടെയുള്ള വിവിധ വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേരണമെന്ന് BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഗ്രാമസഭമായിട്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മുൻകാലത്ത് BJP കൗൺസിലർ ആവശ്യപ്പെടുന്ന കൗൺസിൽ യോഗത്തിൽ ആ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിന്റെ അജണ്ട തന്നെ അത് BJP ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിക്കുന്നുവെന്ന നേരൊപ്പുകൾക്ക് നടത്തുന്ന മുൻ രേഖകളുടെ പേര് ഇപ്പോൾ
വരുന്ന അജണ്ടയിൽ അത് BJP കൗൺസിലർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ BJP കൗൺസിലർസിന്റെ കത്തുപ്രകാരമാണ് ഒരു യോഗം വിളിക്കുന്നു എന്ന് കാണുന്നില്ല. മനഃപൂർവ്വമാണോ അത് വലിയതാണോ എന്ന് മനസ്സിലാവും. അവരുടെ വിഷയം മറ്റേവർക്ക് ആത്മാർത്ഥവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ തലസ്ഥാന നഗരത്ത് വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ക്രമാതീതമായിട്ടുള്ള വാഹനങ്ങളുടെ കുതിപ്പ് കാരണം വാക്കിലുള്ള അടിസ്ഥാന സൗകര്യ ലഭ്യത കുറവാണ് എന്ന് കഴിഞ്ഞ ദീർഘനാളുകൾക്കുള്ള ഒരു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ തുടങ്ങിയിട്ടുള്ള മറ്റേവർ പാർട്ടി ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇവിടെ ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നുള്ള വസ്തുത ആമുഖമായി തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. ഇവിടെ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഗരസഭയുടെ പുറകിലുള്ള മറ്റേതൊരു പാർക്കിംഗ് NOC ലഭിച്ചിട്ടുള്ള ഫയർ ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട സമയത്തൊക്കെ അത് നമുക്ക് ഉദ്ഘാടന ബഹുമാനത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടന നിർവഹിച്ച ശേഷം പോലും അത് ലഭ്യമായി എന്നുള്ള വിവരത്തിന്റെ അറിയിപ്പ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇതുവരെ നാളിതുവരെ തന്നിട്ടില്ല എന്നുള്ള വസ്തുതയും ഈ സമയത്ത് നമുക്ക് പറയാൻ പോകാനുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ പവർ ഹൗസ് റോഡിൽ ഒരു മൾട്ടി ലെവൽ ലോറി പാർക്കിംഗ് എന്ന് പത്രവായനയിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് മൾട്ടി ലെവൽ ലോറി പാർക്കിംഗ് എന്ന് പറയപ്പെടുന്ന സംവിധാനം നമ്മുടെ നഗരസഭയിൽ അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾക്ക് പോലും തുറന്നു കൊടുക്കാതെ പത്രവാർത്തകളിൽ നിന്ന് മാത്രം കൗൺസിലേഴ്സിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ മറ്റേതൊരു തലസ്ഥാന നഗരത്തിന്റെ പൗരസ്വോടില് ലോറി പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ അവിടെ പാർക്കിംഗ് അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു അജണ്ടയില് അത്യാവശ്യ കാര്യങ്ങളിലോ ഈ കൗൺസിൽ യോഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യണം. ഇവിടെ തുടങ്ങിയിട്ടുള്ള പ്രക്രിയകൾക്കാണ് അമൃത് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. അതില് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ഫണ്ടോ നഗരസഭയുടെ ഫണ്ടോ അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിന്റെ നഗരസഭയുടേതായിട്ടുള്ള തനത് ഫണ്ട് അങ്ങനെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് അതുപോലെ കാണാൻ സാധിക്കില്ല. നമുക്ക് കോടികൾ ചെലവിട്ടുണ്ട്. 21 ഒരു ഉദാഹരണത്തിന് 21 ലോറി നമുക്ക് പാർക്ക് ചെയ്യാൻ അത് മറ്റുള്ള പാർക്കിന് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ അതിൽ 21 കോടി രൂപ വേണ്ടി വരുന്ന പ്രാഥമികമായിട്ടുള്ള രേഖകളൊന്നുമില്ലാതെ തന്നെ കേന്ദ്രവും അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളുമായി ആലോചിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 21 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പാർക്കിംഗ് സംവിധാനം നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ഫലപ്രദമായിട്ട് നമുക്ക് ചെലവിടുവാനും ആ ഫലപ്രദമായി പൊതുസമൂഹത്തിൽ വിനിയോഗിക്കുവാനും പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇതിന്റെ പുറകിലായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മറ്റൊരു ആശാസ്യവുമായി ബന്ധപ്പെട്ട അതിന്റെ വരവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവ് അതിനുള്ള ഇപ്പോൾ അതിന്റെ പരിപാലനം എന്ന് പറഞ്ഞ സമയത്ത് ഇന്നും ഈ കൗൺസിലർമാരായിട്ടുള്ള നമുക്ക് ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നമ്മുടെ കയ്യിൽ ലഭ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഇതില് നമുക്ക് അമൃത് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചാലും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായി. ഇപ്പോൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിരവധി കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉപയോഗപ്രദമാക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളായി തുടങ്ങുന്ന അവസരത്തിൽ നമുക്ക് ഇത്തരം പദ്ധതികൾ നമുക്ക് മെഡിക്കൽ കോളേജില് തുടങ്ങുന്നു എന്നും അതിന്റെ പണി പൂർത്തിയായി വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ടറിയുന്നത് നമുക്ക് തമ്പാനൂർ ഭാഗത്ത് പഴമങ്ങാടി കുതിരിക്കുന്ന മൈതാനിയില് ഇങ്ങനെ ഒരു പട്ടിക പാർക്കുമായി ബന്ധപ്പെട്ട് അത് ഒരു പണി ആരംഭിക്കാൻ പോകുന്നത് മെഡിക്കൽ കോളേജിൽ പണി പൂർത്തിയായി. ഇതിൽ എത്ര സ്ഥലത്തിന് എവിടെയൊക്കെയാണ് അത് കോടികൾ ചെലവിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു തുടങ്ങുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ കണക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളത് വേറെ മുൻകൂർ അനുമതി ആണ് അതിന്റെ അടിസ്ഥാനപരമായ ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു നഗരസഭയുടെ
ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ മുൻകൂറാൻ കൊടുക്കുവാൻ പാടുള്ളൂ എന്ന നിയമം നിലനിർത്തി കോടികൾ വരുന്ന കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് നിരവധി കൂടിയാലോചനകൾ വേണമെന്നിരിക്കെ ഇതൊന്നും തന്നെ മുൻകൂറാൻ കൂടി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ അത് അവിടെയാണ് ഇവിടെ നിരവധി ക്രമക്കേടുകളും അല്ലെങ്കിൽ അഴിമതിയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കപ്പെടുന്നില്ല ഒരു മതവിരുദ്ധവും അഴിമതിയും പക്ഷെ അത് കൂടിയാലോചന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുസമൂഹത്തെ ഉപകാരപ്രദമാക്കുന്ന പദ്ധതിയാണോ എന്നുള്ള കൂട്ടായിട്ടുള്ള ചർച്ച വേണം ഞങ്ങൾ ഇപ്പോ സർക്കാരിൽ ഒരു വർഗീകരണം നടത്താൻ നിലവിൽ ഉദാഹരണം അതില് വർഗീകരണം ഈ നഗരസഭയിലുള്ള 3 കൗൺസിലർമാർ നഗരസഭയുടേതായിട്ടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് തപാൽ വിഭാഗം വന്നാൽ അതിനകത്തുള്ള ഒരു ജൂനിയർ എത്തണമെങ്കിൽ അവിടുത്തെ സ്മാർട്ട് സിറ്റിയുടെ പരിപാലനം പരിപാലിക്കുന്ന ആളുകളുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഒരു കൗൺസിലർ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് വാദിച്ചുകൊണ്ട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ കഴിയും എന്നുള്ള ഒരു സാഹചര്യവും അവർ കരുതുന്നുണ്ട്. ഇത് നമ്മുടെ ഉടമസ്ഥതയിലുള്ള നഗരസഭയുടെ കൗൺസിൽ അംഗങ്ങളെന്ന് പറയപ്പെടുന്ന സാധാരണപ്പെട്ട കൗൺസിലർമാർ ഏകദേശം 8,000-9,000 രൂപ ഓർഡിനറി വാങ്ങുന്ന ആളുകൾ അവിടെ കൊണ്ട് ജോലികൾ പ്രാപിക്കുന്നത് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നഗരസഭയുടെ കൗൺസിലർമാർ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ പൊതു ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള മനസ്സിലാക്കുന്ന പ്രക്രിയ ഈ കൗൺസിൽ യോഗത്തിൽ അത് തീരുമാനമെടുക്കുന്നത് നിർത്തലാക്കുവാൻ കൂടി ഈ കൗൺസിൽ യോഗം തീരുമാനം എനിക്ക് ആമുഖമായി പറയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാം നഗരസഭയിൽ തന്നെ പ്രധാനപ്പെട്ട മെയിൻ ഓഫീസിന്റെ മുന്നിൽ ഒരു മത്സരം സാധ്യത ഇന്ന് നമുക്ക് അതിന്റെ പരിപാലനം എങ്ങനെ നടത്തുന്നു അത് ഗ്രാമത്തിലാണ് പോകുന്നത് അത് അത്യാവശ്യം വാഹനങ്ങൾ പാർക്കുന്ന ഇടത്തിനിടയിൽ കിട്ടുന്ന ഫീസ് കൊണ്ട് അല്ലെങ്കിൽ ആ വാങ്ങുന്ന ഫീസ് കൊണ്ട് അത് മതിയാകുന്നു നാളിതുവരെ എത്ര ഫീസ് ഈടാക്കാൻ സാധിച്ചു ഇതൊന്നും തന്നെ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. വെറുതെ ഇത്തരത്തിലുള്ള യോഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മുടെ സമ്മേളനത്തിലേക്ക് ഒരു കൗൺസിലിന് അങ്ങനെ അറിയേണ്ടതായിട്ടുള്ള നിയമം ആവശ്യങ്ങൾ പ്രത്യേകമായ കൗൺസിൽ യോഗം തിരിച്ചതിനെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അജണ്ടയിൽ ഇത്തരം കാര്യങ്ങൾ പൊതുവത്തിലേക്ക് വരാത്തതുകൊണ്ട് മാത്രമാണ് കൂടി ആമുഖമായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഈ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമ്പോൾ മറ്റു ലെവൽ ലാഭത്തിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലത്തിന് പറയപ്പെടുകയും അതിന് നമുക്ക് മതിയായിട്ടുള്ള തുക കിട്ടുന്ന തുക എത്രയാണോ ആ കിട്ടുന്ന തുക കൂടുതൽ മതിയാകുന്നുണ്ടോ അത് പരിപാലിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഫണ്ട് ഫലപ്രദമായി കിട്ടുന്നുണ്ടോ അവിടെ ബന്ധപ്പെട്ട ഫയലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നു. ഇതൊന്നും വ്യക്തതയില്ലാത്തത് കൊണ്ട് മേയറുടെ മുൻകൂർ എല്ലാം വ്യക്തതാണ് എന്നറിയുവാൻ ഈ സഭയ്ക്ക് ആഗ്രഹമുണ്ട്. അത് പ്രത്യേകിച്ച് BJP-യുടെ 34 കൗൺസിലർമാർ ഒപ്പിട്ടുകൊണ്ട് അങ്ങേക്ക് ഒരു കത്ത് തന്നത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടിയാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങളുടെ പോരായ്മകൾ സംസ്ഥാന തലസ്ഥാനത്തിന്റെ മുഖമായി നിൽക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ നഗരപ്രദേശത്ത് അതിനെ ജനങ്ങളിൽ നിന്ന് ഭീതിയുണ്ടാകുന്ന നഗരസഭ നടപടി സ്വീകരിക്കുക. അത് ലൈസൻസിൽ പോലും നമുക്ക് ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ദാശയുണ്ടാക്കി അത്തരം ജനങ്ങൾക്ക് നൽകുന്ന ഭവനങ്ങൾ അവർക്ക് വാഹനങ്ങൾ പ്രാപിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നമ്മൾ മെഡിക്കൽ കോളേജിൽ സൗകര്യം ചികിത്സ കൊടുക്കുന്ന 3 രൂപ 5 രൂപ 10 രൂപ വാങ്ങിയാൽ മനസ്സിലാക്കാം. പക്ഷേ സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരത്തിൽ ചികിത്സ ഈടാക്കുന്നത് നിർത്തലാക്കാൻ നടപടി നഗരസഭ സ്വീകരിക്കണമെന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കുക. അപ്പോൾ അത്തരത്തിൽ
മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ തന്നെ അതിനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് നിലനിൽക്കുന്നുവെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ അതിനെ വേണ്ടി നിരീക്ഷിക്കുവാൻ കൂടി അത് നമ്മൾ തയ്യാറാകണം. അപ്പോൾ നഗരസഭയ്ക്കകത്തുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അറിയില്ല, അല്ലെങ്കിൽ നഷ്ടത്തിലാണ് കേൾക്കുന്നത്. Samsung. യൂട്യൂബേഴ്സ് വേണം, യൂട്യൂബേഴ്സ് വേണം. ഇതിന് എഡിറ്റിംഗ് എല്ലാം ആവശ്യം. FI അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ചോദിച്ചു വന്നു. അവിടെ മൈജിയില്ല, യൂട്യൂബേഴ്സ് വേണം പറഞ്ഞാൽ ഇത് മെനക്കെല്ലാം കേട്ടോ. ഇതാകുമ്പോൾ എല്ലാ ഓപ്ഷനിലും ഇത് നമ്മൾ സിസ്റ്റത്തിലേക്ക് എഡിറ്റ് ചെയ്യും. അതെ, ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹയർ ഗ്രേഡ് 1.5 അത് നല്ല ഇത് പിന്നെ തൊട്ടില്ലാത്തതുകൊണ്ട് വലിയ ഒഴിക്കുകയാണ്. ഒരു MLCക്ക് കൂടി അനുവദിച്ചു തന്നാൽ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് കൂടുതൽ സഹായകരമാണ്. കാരണം കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വരികയും തിരുവനന്തപുരം നഗരത്തിൽ എവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കാമോ അവിടെയെല്ലാം ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാരെടുത്ത് പരിശോധിക്കണം, കൗൺസിലർമാരുടെ നിർദ്ദേശം പരിഗണിക്കണം. അവിടെയൊക്കെ തന്നെ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. പിന്നെ അതിൽ സംസാരിക്കുമ്പോൾ CPM-ന്റെ കൗശലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. CPM-ന് എന്തോന്ന് കൗശലം? ആളുകൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് CPM-ന്റെ ലക്ഷ്യമാണല്ലേ. അല്ലാതെ രണ്ടാളുകൾ വണ്ടി ഇടണ്ടാകും, രണ്ടാളുകൾ വണ്ടി പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗശലവും CPM-നില്ല. പിന്നെ അതിൽ സ്ഥിരമായി എൻ്റെ ഇടയിൽ കൂടി ഒരു വാക്കിങ്ങനെ പറഞ്ഞു പോകും. CPM-നെ പ്രശംസിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ CPM-ന്റെ കൗശലമെന്ന പദപ്രയോഗമൊക്കെ നടത്തുന്നത്. എന്തായാലും അതിൽ പറഞ്ഞതിൽ വളരെയധികം LDF-ന്റെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ ആ MLCT എങ്കിലും വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ, അത് നമ്മുടെ ഒരു അസറ്റാണെന്ന് പറയാനും തയ്യാറായി എന്നുള്ളത് തന്നെ വലിയ കാര്യം. പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന MLCT അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രായമുള്ളവരൊക്കെ കൊണ്ടുപോകുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. അതൊന്നും. രണ്ടാമത്തെ കാര്യം, എൻ്റെ വാർഡിൽ നേരത്തെ നടന്ന ഒരു കാര്യം ഞാനിവിടെ നേരത്തെ മീറ്റിങ്ങിലെ കൗൺസിൽ മീറ്റിങ്ങിൽ സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നാണ് അത് കറക്റ്റായിട്ടുള്ള സമയം, ആക്ട് സമയം എന്ന് എനിക്ക് തോന്നി. എൻ്റെ വാർഡിൽ ഒരു ദിവസം ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരു ഹിന്ദിക്കാരൻ കുഞ്ഞിനെ കൈ കാണിക്കും, ഇങ്ങനെ വേറെ ചേഷ്ടകളൊക്കെ കാണിച്ചു. കുറച്ച് കഴിഞ്ഞ് ഇയാൾ പോയി വീണ്ടും തിരിച്ചു, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതന്ന് രാത്രി സ്കൂളിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പാരൻസിനോട് പറഞ്ഞു. അപ്പോൾ തന്നെ വിസിൽ സ്റ്റേഷനിൽ അറിയിച്ചു. അടുത്ത ദിവസം ഷാഡോ പോലീസും ഒക്കെ ആയിട്ട് അവിടെ ആ സ്ഥലത്ത് തന്നെ പ്രദേശത്ത് തന്നെ വിന്യസിച്ച് നിന്നു. കൃത്യമായിട്ട് ആ കൊച്ചി വന്നപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് ഇവിടെ തട്ടുകട നടത്തുന്ന ഒരു ഹിന്ദിക്കാരനാണ്. കൊച്ചു പേടിച്ചിട്ട് ഓടിപ്പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇയാളാണ് ഇന്നലെ വന്ന് എന്നെ കൈ കാണിച്ചത്. ഇയാൾ പോയ ആളെ തിരിച്ച് കാറും കൊണ്ട് വന്ന് കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാൻ പോയപ്പോൾ കൊച്ച് ഓടി വേറെ വഴി കൂടെ വീട്ടിൽ കയറിയ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഈ പറഞ്ഞത് ഞാൻ അതൊന്നും ഒരുപാട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു പീഡനം നടക്കേണ്ട സ്ഥലത്ത് നിന്ന് ആ കുഞ്ഞ് ഓടി രക്ഷപ്പെട്ട വീട്ടിലൊക്കെ പോയി തൊട്ട് വേറെ അയൽപക്കത്തുള്ള വേറെ വീട്ടിലൊക്കെ കയറി കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അന്വേഷിച്ച് വന്നപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ PNG ജംഗ്ഷനിൽ തട്ടുകട നടത്തുന്നു. ഈ തട്ടുകടകൾ നമ്മുടെ സാറ് പറഞ്ഞിട്ടുള്ള തട്ടുകടയൊക്കെ ഒരുപാട് പിന്നാമ്പുറ കഥകളുണ്ട്. നേരെ ഞാൻ അവിടെ പോയിട്ട് എവിടെയെങ്കിലും 2 ചാർപ്പാനൊക്കെ കെട്ടിവെച്ചിട്ട് ഒരു 2 ദിവസം നാരങ്ങളൊക്കെ അടിച്ച് പിന്നെ അത് അടച്ചിട്ട് പോയിട്ട് കുറേ നാൾ കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിഞ്ഞ് അടുത്ത വാടകയ്ക്ക് വിടുകയാണ്. ഈ വാടകയ്ക്ക് വിടുന്നത് ഹിന്ദിക്കാരന്മാർക്കാണ്. അങ്ങനെ ഈ പ്രശ്നം ഞാൻ വരാനായിട്ട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് കാരണം അന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയ ഹിന്ദിക്കാരൻ ഇവിടെയാണ് തട്ടുകട എത്തിക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർക്ക് താക്കീത് കൊടുത്തു വിട്ടു. ഇവിടെ മേലാൽ കടയൊന്നും തുറക്കൽ, എല്ലാം കൂടിയെന്നുള്ളത് തട്ടുകട എത്തിക്കുന്നു. ഇവിടെ കടയൊന്നും തുറക്കേണ്ട, നാട്ടിൽ കയറി പോയിക്കോ, നിന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഇട്ട് തന്നെ വന്ന് സ്റ്റേഷനിൽ നിന്ന് താക്കീത് ചെയ്ത 3-ാമത്തെ ദിവസം വൈകുന്നേരം തട്ടുകട തുറന്നു. അവിടെ നിന്ന് എല്ലാവരും കൂടെ എന്നെ വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് അത് അടപ്പിച്ചു. കുറച്ച് പ്രശ്നം ഉണ്ടാകേണ്ടി വന്നു. അടപ്പിച്ചപ്പോഴത്തേക്ക് അവസാനം അടപ്പിക്കാൻ പോയ നമ്മൾ കുറ്റക്കാരെ ഗുണ്ടായിസം, കുഞ്ഞുങ്ങൾ കൗൺസിലിന്റെ നേതൃത്വം ഗുണ്ടായിസം കാണിക്കണം. ഒരു കുഞ്ഞിന് നേരെ അതിക്രമം നടത്തിയത് അവിടെ ആ തട്ടുകട പരിശോധിച്ചപ്പോൾ നടന്നത് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് തട്ടുകട ഇട്ടിരിക്കുന്നത്. പക്ഷേ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹിന്ദിക്കാർക്ക്. നേരെ ഇതേപോലുള്ള പല സ്ഥലങ്ങളിൽ തന്നെ ഒന്ന് നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും ഹിന്ദിക്കാർ എവിടെയൊക്കെയാണോ തട്ടുകട എത്തിയിരിക്കുന്നത് അതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് നമുക്കിവിടെ PNG തന്നെ സുന്ദരമായിട്ട് കടകൾ എത്തിക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ പാർക്കിങ്ങിന് പറ്റും. സ്ഥലം ഒരുപാട് വണ്ടികൾ 2 വീലറിൽ വെക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കും. പക്ഷേ തട്ടുകടകൾ തുടങ്ങുകയും പിന്നെ അത് അടപ്പിച്ചുകൊണ്ട് പോയി വാടകയ്ക്ക് വിടുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നാട് തനി മലയാളികൾ മാത്രമായിരുന്ന നാട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഹിന്ദിക്കാരുടെ നാടായി മാറുമോ എന്നുള്ള ഒരു സംശയമൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ നമ്മളെല്ലാവരും പറയാറുണ്ട്. കാരണം എവിടെ പോയാലും രീതിയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം.
ഒരു 10 വർഷം മുൻപോ എന്തിനേറെ പറയുന്ന ഒരു 5 വർഷം മുൻപുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണമല്ല ഇന്ന് നമ്മൾ കാണുന്ന വാഹനങ്ങളുടെ എണ്ണം. വാഹനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ട്, നമുക്കറിയാം, നമ്മുടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് റോഡ് പരിശോധിച്ചാലും ഒരു കാലഘട്ടത്തിൽ കെട്ടിടങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീതി കൂട്ടിയതാണ് എന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം അത്തരത്തിൽ പാർക്കിങ്ങിനുണ്ടായ പരിമിതികളെ മറികടക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം എങ്ങനെയൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നതാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി എപ്പോഴും നമ്മൾ കണക്കാക്കുന്നത്. അതിലിവിടെ ഒരു കൗൺസിലംഗം പറഞ്ഞു, നമ്മൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഈ 5 വർഷത്തിനിടയിൽ ഒരു യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ല. ഏത് രേഖ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ മറ്റൊരു കൗൺസിലർ തന്നെ എൻ്റെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, 140 മുതൽ 150 വരെയുള്ള എണ്ണത്തിൽ കുറയാതെ യോഗങ്ങൾ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. പരമാവധി ഞാൻ നേരിട്ട് പങ്കെടുക്കാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെയർമാൻമാരെ ചുമതലപ്പെടുത്തി ആ യോഗം തീരുമാനിക്കുന്ന സമയം തന്നെ നടത്തുന്നതിനാവശ്യമായ കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. അതിൽ നഗരസഭാ പ്രതികൾ മാത്രമല്ല, ട്രാഫിക്കിൻ്റെ 2 സെക്ഷൻ, നോർത്തും സൗത്തും എന്ന് വരുന്ന 2ഇടത്തെയും ചുമതലയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്താണ് ആ യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. റോഡുകളിൽ പാർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ചർച്ച വന്നു. നമ്മുടെ കൗൺസിലാണെന്ന് തീരുമാനിച്ചത്, ഈ ഭരണസമിതി അല്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ ഞങ്ങളെപ്പോലെയുള്ള പുതുമുഖങ്ങൾ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ആളുകളെല്ലാം ഉള്ള ഇവിടെയുള്ള ബഹുമാന്യരായ കൗൺസിലർമാരെല്ലാവരും ഇരിക്കുന്ന മുൻപുള്ള കൗൺസിൽ പീരീഡിലാണ് നമ്മുടെ പരിമിതിയെ മറികടക്കാൻ ഇപ്പോൾ ഒരു പാർക്കിംഗ് ഇല്ലാത്ത റോഡിൽ, പാർക്കിംഗ് അനുവദിക്കാത്ത റോഡിൽ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നതും പാർക്കിംഗ് ഉള്ള റോഡിൽ, അനുവദിച്ചിട്ടുള്ള റോഡിൽ വാഹനങ്ങൾ, വാർഡനുള്ള റോഡിൽ പാർക്കിംഗ് അനുവദിക്കുന്നതുമായ സ്ഥലങ്ങൾ രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൗൺസിൽ തീരുമാനം, അതിൻ്റെ പോളിസി എടുക്കുകയും ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡന്മാരെ നിശ്ചയിച്ചുകൊണ്ട് പാർക്കിംഗ് നടത്തുന്നതിനും വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു. അതിലൊരു പ്രത്യേകമായ അക്കൗണ്ട് സൂക്ഷിച്ചു. ആ അക്കൗണ്ടിലേക്ക് പാർക്കിംഗ് ഫീസ് തിരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തി. ഇപ്പോൾ ഓട്ടോ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രീപെയ്ഡ് കൗണ്ടറുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ അക്കൗണ്ടിൽ വരുന്ന മുഴുവൻ തുകയും ആ വാർഡന്മാരുടെ ശമ്പളത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. നഗരസഭ 1 രൂപ പോലും അതിൽ നിന്ന് എടുക്കുന്നില്ല. ചില സമയങ്ങളിൽ അതിന് ബുദ്ധിമുട്ടുണ്ടായാൽ നഗരസഭയുടെ ഘട്ടത്തിലാണോ ആ അക്കൗണ്ടിൽ പണം വരുന്നത്, അപ്പോൾ റീകൂപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു നടപടിക്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം നമ്മുടെ നഗരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സുലോചനൻ കൗൺസിലർ പറഞ്ഞ അതുമായി ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഇന്നത്തെ വാഹനങ്ങളുടെ എണ്ണം വെച്ച് നോക്കിയാൽ അത് ഒരു വിധം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കണം. അതിൽ പോരായ്മകളുണ്ട് എങ്കിൽ ആ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഈ MLCPയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ച ഉയർന്നു വന്നല്ലോ. ഇപ്പോൾ അവസാനം സംസാരിച്ച കൗൺസിലർ ഇവിടെ ഇല്ല, പക്ഷെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കരമന കൗൺസിലർ അടക്കം പറഞ്ഞത് ഇത്രയും വലിയ വികസനം എന്തിനാണ് ചെയ്യുന്നത്, ഇത്രയും വലിയ കോടികൾ എന്തിനാണ് മുടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്ലോട്ട്, ആ പ്ലോട്ടിൽ കാലാകാലങ്ങളായി വാഹനം പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നമുക്ക് മെഡിക്കൽ കോളേജ് എടുക്കാം. മെഡിക്കൽ കോളേജിൽ വലിയ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണല്ലോ നേരിടുന്നത്. അപ്പോൾ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലം ആയിരിക്കും പൊതുവേ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ MLCPക്ക് വേണ്ടി എടുക്കുന്നത്. ആ പാർക്കിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആ ഓപ്പൺ സ്പേസിൽ എത്ര വാഹനങ്ങളാണ് മുൻപ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്കുകൾ കാരണം എത്ര വാഹനങ്ങൾ കൂടി വരാമെന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഓരോ MLCPയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു സർവേ നടക്കും. ഓരോ ദിവസവും നമ്മൾ എവിടെയാണോ MLCP നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്ര പാർക്കിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് എത്രത്തോളം ആ സ്ഥലത്തിൻ്റെ രീതിക്കനുസരിച്ച് നമുക്ക്
ഉയർത്തി നമ്മുടെ പാർക്കിംഗ് സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിയുമെന്നതാണ് ശാസ്ത്രീയമായ പഠനം നടത്തുക. അല്ലാതെ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ വാഹനങ്ങളും കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ പ്ലാസ കെട്ടിയിടാൻ നമുക്ക് പറ്റില്ല. ആ പ്രദേശത്ത് വന്നു പോകുന്ന വാഹനങ്ങൾ വയ്ക്കുന്ന ആളുകളുടെ എണ്ണം എടുത്ത് ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് അത് കുറയ്ക്കാം. പക്ഷെ ശാസ്ത്രീയമായി പാർക്കിംഗ് നടത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമുക്ക് നമ്മുടെ കോർപ്പറേഷൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ ഒരു പാർക്കിംഗ് നിർമ്മിച്ചു. അതിന് പുറമെ ഇപ്പോൾ തമ്പാനൂരിലെ പാർക്കിംഗ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്ന രീതി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർക്കിങ്ങിൻ്റെ വാഹനങ്ങളുടെ എണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള സംശയം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് പിന്നെ വരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശരാശരി 6 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് വരുന്ന വരുമാനം. അതിൽ 4 ലക്ഷം രൂപ അവിടുത്തെ ക്ലീനിങ്, ഇലക്ട്രിസിറ്റി ചാർജ്, അതുപോലെ തന്നെ അവിടെ നിർത്തിയിട്ടുള്ള സ്റ്റാഫിൻ്റെ സാലറി, മറ്റനുബന്ധ ചെലവുകൾ, അതടക്കം ഒരു ഉദ്ദേശം 4 ലക്ഷത്തോളം രൂപ വരുന്ന ചിലവ് വരും. മറ്റ് 2 ലക്ഷം രൂപ അതിലെ ഒരു അസറ്റായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആണ് നമ്മളെപ്പോഴും പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ധാരണ നമുക്കുണ്ടാവണം. അത് ആ പാർക്കിംഗ് കേന്ദ്രത്തെ പറ്റി ഒരു നല്ല അഭിപ്രായം വന്നതിനുള്ള സന്തോഷവും ഞാൻ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ പാളയത്ത് അതിൻ്റെ പണി പൂർത്തിയായി, ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ അത് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മുഴുവൻ അസറ്റുകളും നഗരസഭയ്ക്ക് കൈമാറുന്നതിനു വേണ്ടി കഴിഞ്ഞ സ്മാർട്ട് സിറ്റി ബോർഡിൽ വിഷയമുന്നയിക്കുകയും അത് അടിയന്തരമായി നഗരസഭയ്ക്ക് കൈമാറുന്നതിനാവശ്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നൊന്ന് മെഡിക്കൽ കോളേജിനാണ്. അവിടെ മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ നമ്മുടെ മുൻ ചെയർമാൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടറെ കാണാൻ ആളുകൾ വരണമെങ്കിൽ കാറിടാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയാണ് രാവിലെ രോഗിയെ കൊണ്ടുവരുന്നത് എന്നതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അതിനെ അവിടെ ഒരു ചെറിയ രീതിയിലൊരു ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റി. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നില്ല. കൂടുതൽ സ്ഥലങ്ങൾ മെഡിക്കൽ കോളേജ് നമുക്ക് അനുവദിക്കുകയാണെങ്കിൽ അതുകൂടി നമുക്ക് തുടർന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ന അഭിപ്രായമാണ് എനിക്ക് ഇതിൽ പ്രകടിപ്പിക്കാനുള്ളത്. അപ്പോൾ അവിടുത്തെ ഏതാണ്ട് നല്ല പുരോഗതിയിൽ പോകുന്നു. അദ്ദേഹം തന്നെ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നു. ഞാനൊരു ദിവസം സ്ഥലം സന്ദർശിച്ചു. നല്ല നിലയിൽ തന്നെ അത് മുന്നോട്ട് ആ സ്ഥലം പോകുന്നു. മറ്റൊന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ്. അവിടെ പൈലിങ്ങും മറ്റ് സോയിൽ ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. കലോത്സവമായതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണപ്പുര ഒരുക്കിയത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ ഒരു ലാഗ് അവിടെ ഉണ്ടായി. ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടെയും ഇത് അടിയന്തരമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം മെഡിക്കൽ കോളേജിലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ പുത്തരിക്കണ്ടം കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് വാണിയംകുളം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു ചർച്ച വന്നത്. വാണിയംകുളം പാർക്കിംഗ് ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ അത് ലോറി പാർക്കിങ്ങായി നമ്മൾ കരാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ലോറി പാർക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ വന്നു. കാരണം ഏറ്റവും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ നമുക്ക് മറ്റ് സാധ്യമായ രീതികൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ലോറി പാർക്കിങ്ങും അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അധികമായിട്ടുള്ള ഏരിയ എന്നുള്ള നിലയിൽ കാർ പാർക്കിങ്ങും ബൈക്കും അതുപോലെ തന്നെ മറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുള്ള പുതിയ കാലത്തിനനുസരിച്ച് കൊണ്ടുള്ള സംവിധാനമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്ന പരിശോധന നമ്മൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എന്നതുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടി ചെയ്യാനും നമുക്കറിയാം. മാർച്ച് മാസത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന പ്രവർത്തികളെല്ലാം നഗരസഭ ഏറ്റെടുത്ത് നിർവഹിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിലാണ് സെൻട്രൽ ഗവൺമെൻറ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നഗരസഭാ വിഹിതത്തിൽ നിന്നാണ് ഈ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ഷെയറും സ്റ്റേറ്റ് ഷെയറും പൂർണ്ണമായി നമ്മൾ വിവിധ പദ്ധതികൾക്ക് ചിലവഴിച്ചു കഴിഞ്ഞു. നഗരസഭയുടെ സ്മാർട്ട് സിറ്റി വിഹിതത്തിൽ നിന്നാണ് ഇത്തരം പദ്ധതികളെല്ലാം നിർവഹിക്കുന്നത് എന്നുകൂടി ഇവിടെ ഒരു ചർച്ചയുടെ ഭാഗമായി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നൊന്ന് ശ്രീ M.R. ഗോപൻ അദ്ദേഹം ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു മേയർ മുൻകൂർ അനുമതി, ഈ പാർക്കിങ്ങിൻ്റെ ഒരു വിഷയത്തിൽ മുൻകൂർ അനുമതിയില്ല. അങ്ങനെ മുൻകൂർ അനുമതി കൊടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ അതിന് മുൻകൂർ അനുമതി കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ അത്യാവശ്യമുണ്ടാകാം, ചിലപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ കൗൺസിൽ വരെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടാകും. ഇപ്പോൾ മുൻകൂർ അനുമതി പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ മുൻകൂർ അനുമതി കൊടുക്കാറുണ്ട്.
പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നടക്കുന്ന വർക്കുകളിൽ പൊതുവെ കൗൺസിൽ വരണം എന്നുള്ളതാണ്. ഇത് സ്മാർട്ട് സിറ്റി വർക്ക് ആയതുകൊണ്ട് തന്നെ അത്തരം മുൻകൂർ അനുമതിക്കൊന്നും സാധ്യതകളില്ല. അതെല്ലാം ബോർഡ്, സ്മാർട്ട് സിറ്റി ബോർഡുണ്ട്, ചീഫ് സെക്രട്ടറി അധ്യക്ഷരാവുന്ന മേയർ അടക്കമുള്ളവരുള്ള ബോർഡാണ് ഇതിൻ്റെ. അല്ല, ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ബോർഡ് വെച്ചാണ്, ബോർഡിൽ അംഗീകരിച്ചാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ റേറ്റ് സംബന്ധിച്ചും എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചും ഒക്കെ വിശദമായി അവരടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് നമ്മുടെ ബൈലോയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ DRN ഇവിടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു ബൈലോ നമുക്ക് രൂപീകരിക്കാൻ, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു ബൈലോ രൂപീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അത് ഗസറ്റ് പബ്ലിക്കേഷൻ, നമ്മൾ ഡ്രാഫ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ബൈലോ പ്രാബല്യത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് അടിയന്തരമായി നടപ്പിലാക്കാൻ ആവശ്യമായ ഇടപെടലും ഗവൺമെൻറ്റിൽ ഇടപെട്ട് അതിൻ്റെ ഗസറ്റ് പബ്ലിക്കേഷൻ വരുന്നതിനാവശ്യമായ ഇടപെടൽ കൂടി അടിയന്തരമാക്കാമെന്നുള്ളതാണ്. കത്തൊക്കെ പോയിട്ടുണ്ട്. ഗവൺമെൻറ് പബ്ലിക്കേഷൻ നമ്മൾ ആക്ഷേപം കേട്ടു. ആക്ഷേപം കഴിഞ്ഞതിന് ശേഷം കൗൺസിൽ പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് അത് വിട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റ് നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് നന്നായി നമ്മുടെ ഈ വിഷയങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. ചില പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഇതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും അനാവശ്യ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ കൂടി കാണുകയും അതിൽ ബന്ധപ്പെട്ട ജീവനക്കാർ, ഉദ്യോഗസ്ഥർ അതിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതും കൗൺസിലിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുണ്ട്. അതുപോലെ ഇവിടെ പൊതുവിൽ വന്ന വിഷയം ഈ വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ വഴിയോര കച്ചവടത്തിൻ്റെ കൃത്യമായ സർവേയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ID കാർഡ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് നൽകിയതിന് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുത്തുകൊണ്ട് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കർശനമായി അതിൽ ഈ വഴി മുടക്കിയിരിക്കുന്ന, പാതയോരങ്ങൾ മുടക്കി ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ ഇരിക്കുന്ന അത്തരം സംഭവങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണം എന്നുകൂടി കൗൺസിലിൻ്റെ ഭാഗമായി പൊതുവെ സൂചിപ്പിക്കാനുണ്ട്. ഇത്രയാണ് ഇവിടെ ഉയർന്നു വന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അപ്പോൾ പങ്കെടുത്ത മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ കൗൺസിൽ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.